ഹലോ ഗായ്സ്, വെൽക്കം ടു ചാരു സുരാഗ് വ്ളോഗ്സ്. അപ്പൊ നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. വണ്ടർലയിലേക്കാണ് നമ്മളെ ട്രിപ്പ്. അപ്പൊ നമ്മളെന്തായാലും പോയിട്ട് അവിടുത്തെ കാണിച്ചുതരാം. ഏട്ടൻ്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കാണ്. കുറച്ച് നാളെ നമ്മളിങ്ങനെ പോകണം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഓണത്തിന് നമുക്കൊരു പാക്കേജ് കിട്ടി. അങ്ങനെ ആ പാക്കേജിലൂടെയാണ് പോണത്. ഇതെന്റെ വീടിന്റെ അടുത്തുള്ള വഴിയാണ്. നമ്മൾ രാത്രി 10:30 ട്രെയിനിനാട്ടോ പോണത്. വീട്ടിൽ നിന്ന് വണ്ടിക്ക് പോകും. വണ്ടി നമ്മൾ സ്റ്റേഷനിൽ വെക്കുന്നതായിരിക്കും. 10:30ക്കാണ് നമ്മുടെ ട്രെയിന്. അപ്പോൾ ഓക്കെ, കണക്കൊക്കെ ഒരു 9 മണിയൊക്കെ ആയാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ കോഴിക്കോടേക്ക്. അപ്പോൾ നമ്മളിതാ പോവാണ്. അവിടെ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി പുറത്താണ് വെച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് വണ്ടികളുണ്ട്. അതുപോലെ 4th പ്ലാറ്റ്ഫോമിന്റെ അടുത്താണ്. അത് നമ്മൾ പുറത്ത് വെച്ച് ഏട്ടൻ്റെ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ടിക്കറ്റ് കിട്ടി. 10:30 വണ്ടിയാണ്. അപ്പൊ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കാത്തിരിക്കുക കേട്ടോ. നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് ഇനി ഫുഡ് വേണ്ട. നമ്മുടെ എക്സ്പ്രസ് വന്നു. മലബാർ എക്സ്പ്രസ് എങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിന്. 10:30 വണ്ടി വന്നു. നമുക്ക് അങ്ങോട്ട് സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. പക്ഷെ കുറച്ച് സമയം അങ്ങനെ സീറ്റ് കിട്ടി. കുറേ നിന്ന് ഇരുന്നൊക്കെയാ പോയത്. പിറ്റേ ദിവസം രാവിലെ 3-3:30 നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഡ്രസ്സ് മാറാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ കേട്ടോ മാറിയത്. ഡ്രസ്സൊക്കെ മാറി നമ്മളിതാ പോവാണ്. നമ്മൾ ചായ കുടിച്ചിട്ടില്ല. ചായയൊക്കെ കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടി എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പ് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഭയങ്കര നല്ല ഫുഡ് വെച്ച്, നല്ല ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ട്. നല്ല നെയ്റോസ്റ്റ്. ഞാൻ നെയ്റോസ്റ്റ് ആയിരുന്നു കഴിച്ചത്. നമ്മളിങ്ങനെ നേരെ പോയിട്ട് എന്തായിരുന്നു അംബിക ഹോട്ടലിനോ അങ്ങനെ എന്താണ് ആ ഹോട്ടലിന്റെ പേര്, അഭിരാമി ഹോട്ടൽ. നിങ്ങൾക്ക് എറണാകുളത്തുള്ളവരാണെങ്കിൽ ഒന്ന് പോയി കഴിക്കാട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ പോയി കഴിച്ചു നോക്കുക. നല്ല ഫുഡാണ്, എനിക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾ 2 നെയ്റോസ്റ്റും ചായയും പിന്നെ 2 വടയോട് കഴിച്ചായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് ഞാൻ ഇതാ നെയ്റോസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള നെയ്റോസ്റ്റാണ്. നമ്മൾ അവരോട് പറയുകയും ചെയ്തു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നെയ്റോസ്റ്റ് വന്ന് നമ്മൾ രണ്ടാളും കഴിച്ചിട്ടോ. അതിനുശേഷം വടയും തിന്നായിരുന്നേ. വട പിന്നെ നമ്മളിതിൽ കാണിച്ചിട്ടില്ല. വീഡിയോ എടുക്കാൻ വെറുതെ ഏട്ടതായിരിക്കും വാരി തരുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് എന്ത് കിട്ടിയാലും കഴിക്കുക. അപ്പം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടലിന്റെ പേര് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഹോട്ടല്. പിന്നെ നമ്മൾ എറണാകുളം മെട്രോയ്ക്കാണ് നമ്മൾ പോകുന്നത്. മെട്രോയ്ക്ക് കുറച്ച് അവിടെ നടക്കാനേ ഉള്ളൂ. നടക്കുന്ന വഴി നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ നടന്നു പോവാണ്. നേരം വെളുത്തിട്ടേ ഉള്ളൂ കേട്ടോ. 10 മണി പോലും ആയിട്ടില്ല. നമ്മൾ 7 ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ നമ്മൾ മെട്രോ കയറി. നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ടും പോയിട്ടുണ്ട്. ഇവിടെ ഓണാഘോഷം ആയതുകൊണ്ട് പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ടിക്കറ്റ് എടുത്തു. നമ്മൾ മെട്രോ കയറി പോവുകയാണേ. ഇടപ്പള്ളിയാണ്. നമ്മൾ ആദ്യം ലുലു മോളിലേക്കാണ് പോണേ. വണ്ടർല 11 മണിക്കാണ് ഓപ്പൺ ആവുക. അപ്പൊ നമ്മൾ വിചാരിച്ചു ലുലു മോളിലൊക്കെ ഒന്ന് കയറിയിട്ട് പോവാന്ന്. അപ്പോ 9:30 ആ ഒരു സമയമായപ്പോഴത്തേനും അവിടെ എത്തിയിട്ടോ. മെട്രോ ഇറങ്ങി. മെട്രോ നേരെ ഇടപ്പള്ളി ലുലു മാളിന്റെ ആ ഒരു സെക്ഷനിലേക്കാണ് പോകാൻ തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ട് വരികയാണ് ലുലു മാളിൽ. എറണാകുളത്ത് നമ്മൾ ആദ്യമായിട്ട്, നേട്ടൻ ഇത് മുന്നേ വന്നിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ആദ്യമായിട്ട് വരികയാണേ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ലുലു മാളിൽ എത്തിയിട്ട് അവിടെ നിന്ന് കാണിച്ചുതരാം. ഇത് ലുലു മാളിന്റെ എൻട്രി ആണ് കേട്ടോ. അവിടെ ഓണായതുകൊണ്ട് ഭയങ്കര ഓണത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ലുലു എൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലുലു മാളിൽ പോണത്. ഇപ്പൊ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ്. ഇത്ര രാവിലെ എടുത്ത ഷോപ്പുകൾ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തുള്ള ഷോപ്പുകൾ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ അവർ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്താണ്, നാഗമുഖിനോ എന്തോ ആണ് ഇതിന്റെ പേര്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അവിടുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നാഗമുഖി ഇങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ഷോപ്പുകളുണ്ട്, കുറേ കടകളുണ്ട്. ഒന്നും തുറന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഏറ്റവും മേലത്തെ ഫ്ലോറിലോ 2nd ഫ്ലോറിലോ അങ്ങനെ എവിടെയോ ആണ് നമ്മൾ. ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലാണെന്ന് തോന്നുന്നു നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിനി താഴോട്ടാണ് വരേണ്ടത്. നമ്മൾ ടോപ്പിൽ നിന്ന് താഴോട്ട് കണ്ടുപോയി നിൽക്കുന്ന റോബോട്ട്. എല്ലാം കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ റോബോട്ടിനെ കണ്ടു. പിന്നെ അവർ ആ തത്തേനെ കണ്ടത്. അവർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ തത്തേനെ. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കത് ഇഷ്ടമായി. ഞാനത് ഫോട്ടോസൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താ കുറച്ച് ഫുഡ് കഴിഞ്ഞ് നമ്മൾ 2 ഐസ്ക്രീം കഴിച്ചായിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ അതേ നിൽക്കുന്ന ഏട്ടാ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ്. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെ പോയി എട്ടണത്തെ കാണുന്നില്ലോ. ഇഷ്ടാ നിൽക്കുന്നു. ആ കേക്കും ഡോണറ്റ്സും ഒക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ്. പക്ഷെ ഇന്നലെ രാത്രി ഉറങ്ങാത്തോണ്ടാന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഇത് ഞാൻ ഉറങ്ങിയപ്പോ ഏട്ടൻ എടുത്ത വീഡിയോ ആണ്. പിന്നെ എന്താ ലുലുമോൾ കണ്ടിറങ്ങിയതാണ് ഞാൻ പറയുന്നത്. ലുലുമോൾ ഏകദേശം അങ്ങനെയൊന്നും കാണാനില്ലാത്ത ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോഴാണ് ഇമേജ് കണ്ടത്. എന്റെ ഫോണിനും കവറില്ല, ഏട്ടന്റെ ഫോണിനും കവറില്ല. അപ്പൊ നമ്മൾ നേരെ ഇമേജ് കയറി 2 ഫോൺ കവർ അവിടെ നിന്ന് മേടിച്ചു. നമ്മൾ രണ്ടാൾക്കും ഏകദേശം ഒരേപോലത്തെ കവർ ഇട്ടിട്ടോ. ഇതാണ് ഏട്ടന്റെ കവർ, ഇതെന്റെ കവർ, ഇതാണ് ഏട്ടന്റെ കവർ. ഏട്ടന്റെ കവർ ഏട്ടൻ കാണിച്ചു. നമുക്ക് ഒരേപോലത്തെ കവർ കിട്ടിട്ടോ.
നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടുത്തെ ചേട്ടൻ നമ്മളോട് ഭയങ്കര കമ്പനി ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. അവിടെ TV ഉണ്ട്, TVക്കൊക്കെ ഓഫർ ഉണ്ട്. ഓണായതുകൊണ്ട് ഇടപ്പള്ളി ലുലു മോളിന്റെ അടുത്ത് റൈറ്റിലോട്ട് അങ്ങണ്ടാണ് തോന്നി കടയുടെ ഇമേജ് എന്നാണ് കട. അപ്പൊ നമ്മളിതാ കയറി പോവാണെങ്കിൽ നമുക്ക് റീൽസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലൈറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പിന്നെ നമുക്ക് സ്റ്റാൻഡ് വേണമായിരുന്നു. അപ്പൊ സ്റ്റാൻഡ് അവിടെ ഇല്ലാന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ടേബിൾ സ്റ്റാൻഡ് ഒക്കെയാണ്, എനിക്ക് സെൽഫി സ്റ്റിക്ക് പോലത്തെ അതായിരുന്നു വാങ്ങേണ്ടത്. അപ്പൊ അത് അവിടെ ഇല്ല. ചേട്ടൻ നമുക്ക് റിംഗ് ലൈറ്റ്സ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കുറച്ച് നോക്കിയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കേട്ടോ. ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയി. എനിക്ക് ആ വലിയ റിംഗ് ലൈറ്റ് ആണെന്ന് ഞാൻ ചോദിച്ചു. 2000 എബോവോ 4000 എബോവോ അങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ബില്ലൊക്കെ ചെയ്ത് ഏട്ടെന്താ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടിട്ട് കവറൊക്കെ മേടിച്ചു. നമ്മൾ എങ്ങോട്ടാ പോകാൻ വേണ്ടി ആലോചിക്കുന്നത്. നമുക്ക് വണ്ടർലേ പോകണം. വണ്ടർലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സില്ലാന്ന് തോന്നുന്നു. അവിടെ സ്ഥലപ്പേരൊക്കെ എന്നോട് മറന്നും പോയി. പാലാരി വട്ടത്തേക്കോ അങ്ങനെ എവിടേക്കോ ബസ് കയറിയിട്ട് അവിടെ നിന്ന് കാക്കനാട് ബസ് കയറിയിട്ട് അങ്ങനെ എങ്ങനെയോ വേണം വണ്ടർലയിലേക്ക് പോയി. എന്തായാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ വണ്ടർലയുടെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഒരു KSRTC ഉണ്ടായിരുന്നു. KSRTC മൊത്തം വണ്ടർലയ്ക്കുള്ള ആൾക്കാരായിരുന്നു. ഞാൻ ചോദിക്കാൻ എന്തെന്താ വണ്ടർലയിലെ ടൂറിസ്റ്റേഴ്സ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെയുള്ള ആളുകൾ മുഴുവൻ അവിടെ ഇറങ്ങി. ഇതാണ് ഇപ്പൊ നമ്മളെ വണ്ടർലയുടെ എൻട്രി. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ബസ് ഇറങ്ങി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ്. അവർ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആദ്യം അവിടെ ഉള്ളതാണെന്ന് എനിക്കറിയില്ല. ഓണത്തിന്റെ ബോർഡാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ നമുക്കൊരു ബസ് കിടപ്പുണ്ട്. ആ ബസ്സിലാണ് നമ്മളിപ്പോ. നമ്മൾ ആദ്യം വിചാരിച്ചു ബസ്സിന് പേയ്മെന്റ് ഉണ്ട്, നടക്കാൻ അവർ വരുന്ന ബസ്സൊക്കെ നമുക്ക് ഫ്രീ ആണ്, വണ്ടർലയുടെ തന്നെ ബസ്സാണ്, അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഓടിപ്പോയി ആ ബസ് കയറി കുറച്ചവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബസ് പോയിട്ട് ബസ് അവിടെ മേലെ വണ്ടർല വരെ നമ്മളെ കൊണ്ടെത്തിച്ചു തരും. എന്താ പറയാ, അതിൽ കയറാൻ നോക്കി ഏട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പോയി കേട്ടോ. ബസ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഓടി കയറിയതാണ് ബസ്സിൽ. നല്ല രസമാണ് ആ ചെറിയ ബസ്സിൽ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാൻ ആവേശമാണ് കാഴ്ച ഏട്ടന്. അപ്പൊ ഇത് ബസ് കയറിയിട്ട് കാണിച്ചു കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ വഴിക്കൂടിയാണ് ബസ് പോവാ. ബസ് നിറയെ ആളുകളായിട്ടേ ബസ് എടുക്കത്തുള്ളൂ കേട്ടോ. ചെറിയൊരു ബസ്സാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു വണ്ടർലയുടെ സൈഡ് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുക. അവിടുന്ന് ഒരു 5 മിനിറ്റ് ഇല്ല, 5 മിനിറ്റ് 2-3 മിനിറ്റ് എന്തായാലും വണ്ടർലേക്ക് ഉള്ളൂ കേട്ടോ. ഒരു ഗേറ്റൊക്കെ കയറി വണ്ടർല എൻട്രി ആണിട്ട് നമ്മളെ ബസ് ഇറങ്ങിയിട്ടിട്ട് അയ്യവാ ഫുൾ ഓണാഘോഷത്തിന്റെ സെറ്റപ്പാണ് വണ്ടർലയില്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതിനെക്കൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അതൊക്കെ കണ്ടോ, ഫുൾ ഓണത്തിന്റെ പൂക്കളും കാര്യങ്ങളും. നല്ല തിരക്കുണ്ട് ഗായ്സ്, നല്ല തിരക്കുണ്ട്. വെക്കേഷന്റെ തിരക്കുണ്ട്, പിന്നെ ഇവരെ ഓണം ഓഫറിന്റെ തിരക്കുണ്ട്. എന്തായാലും നല്ല തിരക്കാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് നമ്മളെ എൻട്രി. നമ്മൾ കയറി പോവാണ്. നമ്മൾ ആദ്യം ഞങ്ങൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. ഓൺലൈനിൽ ഒരു പാക്കേജ് ബുക്ക് ചെയ്തിരുന്നു ഓണത്തിന്റെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നമ്മൾ QR കോഡ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യാൻ. നമ്മൾ കാണിച്ചു കൊടുത്ത് അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ QR കോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതൊക്കെ വെരിഫൈ ചെയ്തിട്ടേ അവർ നമ്മളകത്തേക്ക് വിടുള്ളൂ. അപ്പോൾ ചേച്ചി നമ്മൾ സ്കാനറൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരുടെ കിട്ടും. എന്നിട്ട് നമ്മളോട് പോയിക്കോളാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഉള്ളിൽ തന്നെ കയറുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര തിരക്കാണ്. വെക്കേഷൻ്റെ തിരക്ക്, ഓണത്തിൻ്റെ തിരക്ക്, അങ്ങനെ മൊത്തം തിരക്കാണ്. പിന്നെ ഇവർ ഈ ഓഫറോട് വെച്ചുകൊണ്ട് ഭയങ്കര തിരക്കാണ്. മാവേലിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കാണാം കേട്ടോ. പായസമുണ്ട്, സദ്യയുണ്ട്, എല്ലാം ഉണ്ട്. പലഹാരങ്ങളുണ്ട്, ഐസ്ക്രീം, എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾ വരാത്തവരാണെങ്കിൽ വരിക. സെപ്റ്റംബർ 7th വരെ എങ്ങനെ ഉള്ളൂ. ഓണം കഴിഞ്ഞാൽ ഈ ഓഫർ ഇവിടെ തീരും. പിന്നെ വണ്ടർല ഓപ്പൺ ആയിരിക്കും. ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ എന്തായാലും വരും. നമ്മളകത്തേക്ക് എൻട്രി ചെയ്യാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മൾ എന്താ ഇന്ന് നമുക്ക് കാണുന്ന യന്ത്രൂഞ്ഞാലും കണ്ടോ ഞങ്ങൾ ഇതിൽ പറയാം. എന്താ പറയാ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ മേലേക്കാണ് നമുക്ക് കാണേണ്ടത്. ഏറ്റവും അടിയിൽ നമ്മൾ ടോപ്പിലേക്ക് കയറിയിട്ട് അങ്ങനെ 2-3 സെക്ഷനായിട്ടാണ് നമുക്ക് പോകാനുള്ളത്. ടോപ്പിലേക്ക് കയറിയതിനു ശേഷം നമ്മൾ കാണുന്നത് ഈ ഒരു സ്റ്റേജാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ഹെയറോപ്ലെയിൻ പോലത്തെ ഒരു ഗെയിമിന്റെ സെക്ഷൻ ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര ആ റൈഡൊക്കെ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. തല കുത്തനൊക്കെ തിരിയുന്നത് കാണാൻ പറ്റും. നല്ലൊരു മനോഹരിതമായ പ്രദേശം കണ്ടോ, കറങ്ങുന്നുണ്ട്. ഇതിനകത്ത് കയറാൻ ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ ഞാൻ കയറിയില്ല. എനിക്ക് പേടിയാണ്, കാരണം ഇത് ഭയങ്കര തല കുത്തനൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കയറിയില്ല ഗൈസ്. ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നിങ്ങൾ വണ്ടർലയിൽ പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും കമന്റ് ചെയ്യണേ. ഞാൻ പോയിട്ട് എൻ്റെ കീഴിൽ പോയതായിരിക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ് കയറി പുറപ്പെട്ടതെന്ന് ആർക്കറിയാം. ദൈവമേ, ഇതിന്റെ വീഡിയോ ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാൻ എന്തായാലും നിങ്ങൾ കാരണം. ആദ്യമായിട്ടുള്ള റൈഡ് കയറി ഞാൻ കയറിയത് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയില്ല ഗൈസ്. നിങ്ങൾ തന്നെ കണ്ടോക്കെ എന്താ ഇതിന്റെ അവസ്ഥ എന്ന്.
ഇനി അടുത്ത് നമ്മൾ ഗതി ഈ സാധനത്തിലുണ്ട്. എൻ്റെ പടച്ചോനി, എൻ്റെ കിളി മൊത്തം പോയി. ഈ സാധനം ഒരു ടവറിൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിൽ. ഇതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരൊറ്റ ഇടല താഴോട്ടേക്ക് എല്ലാ ലോകവും നമ്മൾ കാണുന്നതായിരിക്കും. ഇതിൽ കയറിയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഭയങ്കര എൻ്റെ ജീവൻ പോയി. എൻ്റെ ദൈവമേ, 2-3 പ്രാവശ്യം അങ്ങനെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് പേര് ഞാൻ എങ്ങനെയോ അതിനകത്തിരുന്നതാ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് പോകും. ഇതിന് മുന്നേ ഒരുപാട് പേര് ഇതിന് ഭയങ്കരമായിട്ട് ആർപ്പം വീട്ടിലേക്ക് കണ്ടു ഭയങ്കര പേടിച്ചിട്ട്. പക്ഷെ എനിക്ക് ജീവനേ ഇല്ലായിരുന്നു. കയറി പോടെ കണ്ടിച്ചിരുന്ന് പിന്നെ താഴത്തെ പോയി കാണുന്നത് ഗൈസ്. അപ്പോൾ ഭയങ്കരമായിട്ടൊരു റൈഡ് തന്നെയാണത്. നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ പോയിട്ട് എൻജോയ് ചെയ്യുക. വണ്ടർലയിൽ ഇങ്ങനെ ഒരു സംഭവം ഭയങ്കര ഭയങ്കര സീനാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഏട്ടൻ്റെ റൈഡ്. ഭയങ്കര ആവേശത്തിലൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എല്ലാ ലോകവും ഇന്ന് ആളുകൾ വരുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് ചോദിച്ചേക്കാം. ആള് ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. പേര് മുഴുവൻ താഴെ നിൽക്കുന്നതാണ്. ഇത് നടന്നു വരുന്നുണ്ട്. ഇതിലകത്ത് കുറെ ആൾക്കാർ തന്നെ എല്ലാം. അപ്പോൾ ഗൈസ് ഏട്ടൻ ഇതാ വരുന്നുണ്ട്. എല്ലാത്തിനും ഏട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആ പേര് മുഴുവനും ആള് കൂളായി വരുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാട്ടോ. 2:30 സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയ കഥ ഭയങ്കര കുഴപ്പമില്ല. ഒരു സ്ഥലത്തും ഫുഡില്ലായിരുന്നു ഗൈസ്. ഒരു സ്ഥലത്തും ഫുഡില്ല. അവിടെ കയറി ഇവിടെ കയറി ഒരുപാട് വിശന്ന് 3 മണിയുടെ അടുത്ത് ഞങ്ങൾ അലഞ്ഞു നടന്ന ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടുത്തെ മാനേജറിനെ കോൺടാക്ട് ചെയ്തിട്ട് മാനേജർ വന്നതിന് ശേഷം നമുക്ക് ഫുഡ് കിട്ടി. നമ്മൾ വിശന്നിട്ട് നമ്മളൊരു കാര്യത്തിന് പോയിട്ട് വിശന്നിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പം നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പോയതല്ലേ. ചിലനോടത്തൊക്കെ ഫുഡ് തീർന്നു എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല. അപ്പം മാനേജർ സാർ വന്നതിന് ശേഷം നമുക്ക് എന്തായാലും ഫുഡ് കിട്ടി. നമ്മൾ ചട്ടിച്ചോറൊക്കെ തുറന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനം ചട്ടിച്ചോറൊക്കെ കൊണ്ട് തന്ന ഞങ്ങളുടെ ചട്ടിച്ചോറ് കഴിക്കുകയാണ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിൽ ഷെയർ ചെയ്തിട്ടാട്ടോ കഴിക്കുക. പിന്നെ നമ്മൾ ഇതിൽ കയറണമുണ്ട്. അപ്പം നമുക്ക് അതിന് മുന്നേ വേറെ റൈഡ് കയറി വരാം. ആ റൈഡ് കയറി എൻ്റെ പൊന്നടാവും, എൻ്റെ ബോധം തന്നെ പോയി. ഈശ്വര, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് താഴ്ത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു വിചാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല. പക്ഷെ എന്നെ വിട്ടില്ല ഗൈസ്. അതിനകത്ത് കയറ്റി എന്നെ ജീവൻ വരെ, സത്യം പറയുക ജീവൻ വരെ പോയി. ഇതിന് മേലെ പോയിട്ട് ഒരൊറ്റ താഴോട്ട് വരില്ല. അതിൽ എന്നെ കംപ്ലീറ്റ് ജീവനും പോയി. അയ്യോ, ഞാൻ ഇങ്ങനെ അതിനകത്തിരുന്നത് എനിക്ക് മാത്രം ചുറ്റുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഏട്ടൻ വിളിക്കുന്നുണ്ട്, ചാരു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്ത് ചാരു, ഞാനെപ്പോഴോ ബോധം കിട്ടി. കണ്ണിന് വെള്ളം വന്നു. മറ്റേതുപോലെ തന്നെ അയ്യോ, ഇത് 2 റൗണ്ട് തീരുമ്പോഴത്തേനും ഞാൻ ബോധം കിട്ടും. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതിൽ കയറി അവശനായിരിക്കും എന്നെ നിങ്ങൾക്ക് കാണാം. ഇനി ഏട്ടൻ വേറെ റൈഡും കൂടെ എനിക്ക് വേണ്ടി പ്രിഫർ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ കയറിയില്ല. എനിക്ക് നല്ല പേടിയാണ്. അതിലത്തെ ഏട്ടനോട് ഒറ്റയ്ക്ക് കയറിക്കോളാൻ പറഞ്ഞ ഏട്ടൻ്റെ അതിന് വേണ്ടി പോവാണ്. ഇത് അവിടുത്തെ പുതിയ മെഷീനാട്ടോ. ഇവർ പുതിയതായിട്ട് ഇറക്കിയ മെഷീനാണ്. ആ സ്റ്റാഫ് കുറേ നിർബന്ധിച്ച് കയറിക്കോ, കുഴപ്പമൊന്നുമില്ല, കയറിക്കോ, തലകുത്തനെ മറിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല പേടിയിട്ട് ഞാൻ കയറിയില്ല. മറ്റേതിൻ്റെ ആ ഒരു ഹാങ് ഓവർ എനിക്ക് വിട്ടില്ല. അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഏട്ടൻ്റെ കയറി സെറ്റപ്പ് ആയിരിക്കും. എന്നെ നോക്കുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് നന്നായിട്ട് പേടി. കാരണം ആ ബെൽറ്റ് എങ്ങനെ ഊരിപ്പോയാലോ, തലകുത്തന്നെ മറിഞ്ഞാലോ, എനിക്ക് നല്ല പേടിയായിരുന്നു. എന്തെങ്കിലും പറ്റിയാലോ അതൊക്കെ ചിന്തിച്ച് എനിക്ക് ഭയങ്കര പേടിയായി. കണ്ണെന്ന് വെള്ളം വന്നായിരുന്നു ഗൈസ്. പക്ഷെ ചേട്ടനൊരു കുഴപ്പമില്ല, ആള് കൂളായിട്ട് നടന്നുണ്ട്.
പോണ്ട പോണ്ട പോണ്ട, നാളെ ഇരിക്കുന്നതൊക്കെ കംപ്ലീറ്റ് പോകുന്ന പോയിട്ടുണ്ട്. കിളി പോയിട്ടാണ് ഗൈസ് വരുന്നത്. ഈ കണ്ടപ്പോ ചിരിയാണ് വരുന്നത്. പക്ഷെ ആള് എന്നിട്ട് പറയുന്നത് ഒരു കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. ഗായ്സ് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഈ ബൊമ്മ എറിഞ്ഞ് ഞങ്ങള് 300 രൂപ പോയി. ആ കഥ ഞാൻ പിന്നെ പറയാട്ടോ. അപ്പൊ ബൊമ്മ എറിഞ്ഞിരുന്ന ബോളെങ്ങാൻ ഇറങ്ങി വീട്ടിട്ട് അതിന് 3 ബോളോ 2 ബോൾസോ വീണാല് നമുക്ക് ആ ബൊമ്മ കിട്ടുന്നൊക്കെയാണ് അവര് പറയുന്നത്. നമ്മള് ചുമ്മാ ഒരു ഇതിന് വേണ്ടി എറിഞ്ഞു. പക്ഷെ 2 പ്രാവശ്യം എറിഞ്ഞപ്പോ വീണില്ല. 300 രൂപ 150 300 രൂപ അവർ അടിച്ചെടുത്തു ഗൈസ്. ഒരാവശ്യം ചെയ്താണ്. സാറ്റെ പോട്ടെ. അപ്പൊ ഇനി നമ്മൾ അടുത്തതിൽ കയറാൻ പോകും. അടുത്തത് നമ്മൾ ഇവിടെ പറയുന്നത് ഞങ്ങൾ എന്താ പറയാ, ആകാശത്തോണിനോ അങ്ങനെ എന്താ പറയുന്നത്, അതാണ്. അതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ കാണാണ്ട് കണ്ടതാണ്ടോ. ഇതാണ് ആകാശത്തോണി. ഇതിൽ കയറാം. ഇത് ആടുകളൊന്ന് ജസ്റ്റ് നോക്കി കണ്ണു വെച്ച് അങ്ങനെ പോയതാണ് കേട്ടോ. ഭയങ്കര നല്ല രസമാണ്. അവർ ആദ്യം നല്ല രസമായിരിക്കും, പിന്നെ ഒരു രസം ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പിന്നെ നമ്മളെന്തോ ഷോക്ക് വരുന്നുണ്ട്. 4 minutes ഉള്ള ഷോ. അതും കണ്ട് എന്റെ കിളി പോയി. അവിടെ ഫിഷ് ഉണ്ട്, ഫ്രണ്ട്ലി ഫിഷ് ഉണ്ട്. അതിൽ കുറെ ഫിഷുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു. അത് അവരവരുടെ ഭാഗത്തുനിന്ന് കേട്ടോ. അത് കണ്ടു. നല്ല രസമുണ്ട്. ആ കൂണൊക്കെ ഉണ്ട്. ഇത് നല്ല രസമില്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുഞ്ഞു ഫിഷുകൾ. പിന്നെ നമ്മുടെ സ്വിമ്മിങ് പൂൾ. അതാ ഇവിടെ എന്താ പറയാ, നല്ലൊരു എന്താ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് നല്ലൊരു സ്ഥലം. അത് ആദ്യമായിട്ട് പോകുന്നതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസം, എനിക്ക് ഇഷ്ടമായി. അപ്പൊ നമുക്ക് ഈ സാധനത്തിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. ഇതേ പോകുന്നു. പോയി വെള്ളം ഇങ്ങോട്ട് തെറുക്കി നല്ല രസമായിട്ട് കാണാനായിട്ട്. ഞങ്ങൾ കുറേ നോക്കിയതിന് ശേഷം പോയതാണ്. നമ്മളിപ്പോ അപ്പുറത്തൂടെ വരുന്നതായിരിക്കും. അപ്പുറത്തൂടെ വരും. നമ്മളുള്ളിൽ പോയി നമ്മൾ പുറത്തൂടെ ഒരൊറ്റ വരവാണ് ഗൈസ്. ദേ പോണു. വന്നു ഗൈസ്. ഇതാ വരുന്നത്. സൂപ്പർ. അപ്പൊ നമ്മൾ പോകുന്നത് വേറെന്താ ഉള്ളത്, സ്വിമ്മിങ് പൂൾ. നമ്മൾ ഇതിൽ ഇറങ്ങിയില്ല കേട്ടോ ഗൈസ്. നൈലോൺ ഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല തീരുമാനിച്ചാണ്. ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഇറങ്ങുന്നില്ല. നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കുറെ നേരം കഴിച്ചു. അതിന് വൈകുന്നേരം ഇപ്പം മാവേലി, പുലിക്കളി, ചെണ്ടമേളം തുടങ്ങിയ എല്ലാവിധ സെറ്റപ്പ് അവിടെ ഉണ്ട്. അതൊക്കെ കണ്ട് അവരുടെ കൂടെ ഈ ചേട്ടൻ നമുക്കറിയാം. നമ്മൾ ഏതൊരു സിനിമയിൽ നമ്മൾ പോയി അത്ഭുതദ്വീപിൽ എങ്ങനെ ഈ ചേട്ടൻ നമ്മളെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. മാവേലിയുടെ കൂടെ ഫോട്ടോസ് എടുത്തു. ഭയങ്കര തിരക്കായതുകൊണ്ട് ചെണ്ടമേളം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് കാണാനായിട്ട്. ഇതേ പുലിക്കളിയിൽ കുറെ ബൊമ്മകള് എല്ലാം കൂടെ ആയിട്ട് പോയി. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ DJ സെറ്റപ്പ് കണ്ടത്. ഒരുപാട് ഡാൻസ് കളിച്ചു ഗൈസ്. 6 മണി അടുത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ. പക്ഷെ അവിടെ നമ്മൾ സ്റ്റെക്കായി. കുറേ ദേശത്തെ ആൾക്കാർ ഒരുമിച്ച് കൂടി നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് ഡാൻസ് കളിക്കുന്നത് നല്ല രസമാണ് ഗൈസ്. അപ്പൊ നമ്മളെല്ലാം DJയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ തിരിച്ചു വന്ന ബസ് തന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടാക്കും. എറണാകുളത്തേക്ക് അവിടെ നേരിട്ട് KSRTC പക്ഷെ നമ്മളതിൽ കയറിയില്ല. നമ്മൾ ലാസ്റ്റ് ബസ് എത്തി. അപ്പൊ ഗൈസ് നമുക്കിനി കോഴിക്കോട് എത്തിയിട്ട് കാണാം. 12:30 ആയിട്ടോ ഗൈസ് നമ്മൾ കോഴിക്കോട് എത്തിയപ്പോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ചാരു സുരാഗ് വ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, ടാറ്റാ.